ഇതുവരെ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും അപകടകാരിയായ കൊലയാളിയായിരുന്നു ഇയാൾ. കാരണം ഇവന്റെ കയ്യിൽ കിട്ടുന്ന എന്തും ഒരു ആയുധമാക്കാൻ ഇവന് കഴിയുമായിരുന്നു. അതിനാൽ ഓരോ ക്ലയന്റിനെയും കാണുന്നതിനു മുമ്പ് ഇവനെ പൂർണ്ണമായി പരിശോധിക്കും. വസ്ത്രങ്ങൾ പോലും അഴിപ്പിച്ച് പരിശോധിച്ച ശേഷം പ്രത്യേക വസ്ത്രം നൽകും. മുറിക്കുള്ളിൽ ക്യാമറകളും പുറത്ത് കാവൽക്കാരും ഉണ്ടാകും. ഒരു ദിവസം ക്ലയന്റ് ഇവന് കൊല്ലേണ്ട ഒരാളുടെ ഫോട്ടോ നൽകി. പക്ഷെ ക്ലയന്റിന് അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. വേറെ ഒരാൾ നേരത്തെ തന്നെ കൊലയാളിയെ സമീപിച്ച് ക്ലയന്റിനെ കൊല്ലാൻ ഇരട്ടി പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഫോട്ടോ നോക്കിയ ശേഷം കൊലയാളി അത് പതുക്കെ മടക്കി. അടുത്ത നിമിഷം ഒരു പേപ്പർ കഷ്ണം പോലും ആയുധമാക്കി ഇവൻ ക്ലയന്റിനെ ആക്രമിച്ചു. എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിച്ചു. ക്യാമറകളിലും ഇവന്റെ ചലനങ്ങൾ വ്യക്തമായി കാണാനായില്ല. ദൗത്യം പൂർത്തിയായതോടെ ഇവന് അടുത്ത ലക്ഷ്യം ലഭിച്ചു. അത് ബ്രൂസ് എന്ന ഇവന്റെ പഴയ ശത്രുവായിരുന്നു. ഇവൻ സ്വകാര്യ ജെറ്റിൽ യാത്ര തിരിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോൾ തന്റെ വിമാനം മോഷണം പോയതായി കൂട്ടാളി അറിയിച്ചു. ക്യാമറ പരിശോധിച്ചപ്പോൾ മോഷ്ടാവ് ബ്രൂസ് തന്നെയാണെന്ന് മനസ്സിലായി. ഇത് കേട്ട് ഇവൻ രോഷാകുലനായി. ബ്രൂസിനെ ഇനി വെറുതെ വിടില്ലെന്ന് ഇവൻ തീരുമാനിച്ചു. ഇവൻ ഇനി ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എല്ലാം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ ആയുധം കണ്ടെത്തുക.